गुरुर्ब्रह्मा गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശാവാസ്യമിദം സർവം ഈയൊരു വിഷയം നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചു. ഈശാവാസ്യം ഈശ്വരനാൽ, ഈശനാൽ വാസ്യമാണ്, ആച്ഛാദനീയമാണ്, മൂടപ്പെടേണ്ടതാണ്. ഇദം സർവം ഈശ്വരൻ എന്നുള്ളതിന് അഥവാ ഈശൻ, ഈട്ട് എന്നൊക്കെയുള്ളതിന് മുഖ്യമായി നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് സർവ നിയാമകൻ, നിയമങ്ങളെല്ലാം എന്തിനാൽ നിയമിക്കപ്പെടുന്നുവോ അങ്ങനെയുള്ള സർവനിയാമകൻ എന്നുള്ള അർത്ഥതലമാണ് ആദ്യം ചിന്തിച്ചത്. അതുപോലെ സമസ്ത കാര്യങ്ങൾക്കും അടിസ്ഥാന കാരണഭൂതമായത്. ഈ രണ്ട് ദിശകളിലാണ് നമ്മൾ ചിന്തയെ ചെയ്തത്. അവിടെ അടിസ്ഥാന കാരണസ്വരൂപം എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മമെന്നും ഈശ്വരനെന്നുമൊക്കെ വിളിക്കാവുന്ന തലങ്ങളെ സാമാന്യം ദൂരെ നിന്നൊന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോൾ വരാവുന്നൊരു സംശയമുണ്ട്. അതെന്ത്? അരി കൊണ്ട് നമ്മൾ ചോറുണ്ടാക്കി, അല്ലെങ്കിൽ പാല് കൊണ്ട് തൈരുണ്ടാക്കി എന്നൊക്കെ പറയുന്നിടത്ത് ചോറാവുന്നതോടുകൂടെ അരി ഇല്ലാതായി. തൈരായപ്പോൾ പാലും ഇല്ലാതായി. കാരണം കാര്യമായി പരിണമിക്കുമ്പോൾ കാരണമില്ലാതാവുന്നു, പരിണാമം വന്ന് അത് മറ്റൊന്നാകുന്നു. അതുപോലെ ബ്രഹ്മം, ഈശ്വരൻ സർവകാരണമാണെന്ന് പറയുമ്പോൾ ഈ ഒരു ശങ്ക വരാം. പരിണാമത്തിലൂടെയാണോ ഈ കാരണത്വം? ഒരിക്കലുമല്ല. എന്ത് പരിണമിക്കുന്നുണ്ടോ അതൊക്കെ നാശധർമ്മത്തോട് കൂടിയതാണ്. പരിണമിക്കുന്നതൊക്കെയും ക്ഷരിക്കും. പരിണമിക്കുന്നതൊക്കെ ക്ഷരിക്കും. ക്ഷരിക്കുന്നതെന്തോ അത് ഈശ്വരനല്ല. ക്ഷരിക്കുന്നത്, സ്വയം ക്ഷരിക്കുന്നത്
സർവനിയാമകനാവുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അരി ചോറ് എന്ന കണക്കുള്ള കാര്യകാരണ ബന്ധം ഇവിടെ പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ നിരൂപണം ചെയ്തു, അല്ലെങ്കിൽ കൂടുതൽ ചെയ്യേണ്ടതാണ്, കാരണം അഭിന്നമായി നിൽക്കെ തന്നെ കാര്യമായി അറിയപ്പെടുന്നു, കാണപ്പെടുന്നു, വ്യവഹരിക്കപ്പെടുന്നു. കാര്യപ്രപഞ്ചമാകുമ്പോഴും കാരണത്തിൽ യാതൊരു പരിണാമവും സംഭവിച്ചിട്ടില്ല. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ നമുക്കൊരു ദൃഷ്ടാന്തം പറഞ്ഞു തരും. ഒരാൾ ഒരു വഴിയെ സഞ്ചരിക്കുമ്പോൾ കുറേ മണ്ണ് കണ്ട് അയാൾ സഞ്ചരിച്ചെന്ന് പോയി. തിരികെ വന്നപ്പോൾ വെറുതെ ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ മണ്ണില്ല. രാവിലെ മണ്ണുണ്ടായിരുന്നല്ലോ, ഇപ്പം ഇല്ലല്ലോ. മറ്റേ ഭാഗത്ത് നോക്കിയപ്പോൾ കുറേ മൺകുടം ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അയാൾ പറയുകയാണ്, ഇതൊക്കെ രാവിലെ മണ്ണായിരുന്നു. ഈ കുടങ്ങളൊക്കെ രാവിലെ മണ്ണായിരുന്നു. ഭാഷ്യകാരൻ പറഞ്ഞു തരുന്ന ദൃഷ്ടാന്തം ഇത്രയാണ്. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ആ ദൃഷ്ടാന്തത്തെ കുറച്ചുകൂടി മുന്നോട്ട് നീട്ടാം. അന്ന് രാത്രി നല്ല മഴ പെയ്തു. നല്ല മഴയാണ്, ശക്തമായ മഴ. പിറ്റേ ദിവസം രാവിലെ അയാൾ വീണ്ടും ആ വഴിയെ പോകുമ്പോൾ വൈകിട്ട് മൺകുടം കണ്ട സ്ഥലത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഒറ്റ കുടവും ഇല്ല. പകരം കുറേ ചെളിയുണ്ട്. അയാൾ പറയുകയാണ്, ഈ ചെളി ഇന്നലെ വൈകിട്ട് കുടമായിരുന്നു. ഈ പറഞ്ഞിടത്ത് ഇയാൾ പറഞ്ഞതൊക്കെ ശരിയാ. മണ്ണായിരുന്നു എന്ന് പറഞ്ഞു കുടം കണ്ടപ്പോൾ, ചെളി കണ്ടപ്പോൾ ഇത് കുടമായിരുന്നു എന്ന് പറഞ്ഞു എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയേണ്ടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടോ? ഇത് മൺകുടമായിരുന്നപ്പോഴും മണ്ണല്ലാതെ മറ്റെന്തെങ്കിലും ആയിരുന്നോ വസ്തു? മൺകുടമെന്ന് നമ്മൾ പറയുമ്പോൾ വസ്തു മണ്ണല്ലാതെ ഒന്നും ആയിട്ടില്ല. മൺകുടമാവുന്നതിന് മുമ്പും മണ്ണ്, മൺകുടമായപ്പോഴും മണ്ണ്, ആ മൺകുടമില്ലാതായപ്പോഴും അത് മണ്ണ് തന്നെ. മണ്ണെന്നുള്ള അധിഷ്ഠാന സത്യത്തിന് യാതൊരു പരിണാമവും സംഭവിക്കാതെയാണ് ഈ രൂപഭാവങ്ങളിലൊക്കെ ആയിത്തീർന്നത്. എല്ലാ വ്യവഹാര ഭേദങ്ങളും വന്നു ചേർന്നത്. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നെല്ലാം പറയുന്നിടത്ത് എന്തു തന്നെ നാമരൂപ അഭിവ്യക്തി വരട്ടെ, തിരോഭവിക്കട്ടെ, ഏതെല്ലാം ആകാരഭേദങ്ങളിൽ വിഭക്തമാകട്ടെ, വിശദമാകട്ടെ, അധിഷ്ഠാന സദ്വസ്തുവിന് ഉണ്ടെന്നുള്ള ഉണ്മയ്ക്ക് യാതൊരു ഭേദവും സംഭവിക്കുന്നില്ല. ഉണ്മയിൽ പരിവർത്തനം വരുന്നില്ല. അധിഷ്ഠാനമായ സത്ത ഒരിക്കലും മറ്റൊന്നായിട്ടില്ല, ഏത് രൂപത്തിൽ കാണപ്പെട്ടാലും. അതുകൊണ്ട് തന്നെ മറ്റൊരു രൂപത്തിൽ കാണപ്പെട്ടു എന്നുള്ളത് കൊണ്ട് സത്തയ്ക്ക് വർധനവ് വന്നിട്ടില്ല,
കാണപ്പെട്ടത് ക്ഷയിച്ചപ്പോഴാകട്ടെ സത്തയ്ക്കൊരു ന്യൂനതയും വന്നിട്ടില്ല. അതെ, എനിക്ക് നല്ല ഇഷ്ടമുള്ള ആകൃതി വിശേഷമുള്ളൊരു പാത്രം ഉണ്ടായിരുന്നു. കുറേ കാലം അതിൻ്റെ സേവനം ഏറ്റുവാങ്ങിയതാ. അലുമിനിയം കൊണ്ടുള്ളതാ, വേറൊന്നുമല്ല. പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളാണ്ടായി. അപ്പോൾ അവിടെ ഈ പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്ന ആൾ വന്നു. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഇതുണ്ട്, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ആൾ പൈസ തന്നില്ല, പൈസയോട്ട് ചോദിച്ചിട്ടുമില്ല, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയാലും ഉത്തരാന്നുണ്ട്, പാവം, അത് കൊണ്ടോട്ടെ. പക്ഷെ അവിടെ ഒന്നും അല്ല സങ്കടം. ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട ആകൃതി വിശേഷമുള്ള ആ പാത്രം ഉണ്ടല്ലോ, എൻ്റെ മുമ്പ് നിന്ന് തന്നെ ഒരു ഒറ്റ ചവിട്ടൽ, പോരെങ്കിൽ ഒരു വളയ്ക്കലും, അയാളെ കയ്യിലൊരു മരത്തിൻ്റെ ഒരു കഷ്ണമുണ്ട്, അതുകൊണ്ടൊരു മേടലും. എന്നിട്ട് കൊണ്ടുപോയി ചാക്കിലാക്കി കിട്ടും. കൊണ്ടുപോയതിൽ എനിക്ക് സങ്കടമില്ല, പക്ഷെ ഇന്നും ആ സങ്കടം തീർന്നിട്ടില്ല. ആ അടിച്ചു പരത്തി എൻ്റെ അയാൾക്ക് താല്പര്യം വസ്തുവിലാണ്. അലുമിനിയം എന്ന വസ്തു അത് പാത്രമാകുന്നതിന് മുമ്പും പാത്രമായപ്പോഴും അയാൾ അടിച്ചു പരത്തിയപ്പോഴും ക്ഷതിയില്ലാതിരുന്നു. ഏതാകാരത്തിൽ, ഏത് നാമത്തിൽ, ഏത് ഭാവത്തിൽ നിരൂപണം ചെയ്യപ്പെട്ടാലും അധിഷ്ഠാന സദ്വസ്തുവിന് വൃദ്ധിയില്ല, ഒട്ടില്ല, ക്ഷതിയും. അത് സത്താണ്. ഞാൻ സത്താണ്, ഞാൻ ചിത്താണ്, ഞാൻ ആനന്ദമാണ്. ഇവിടെ ഈ സദ്രൂപമായ സർവകാരണവും സർവനിയാമകവുമായ ഈശ്വരനാൽ, അല്ലാതെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ വേറെ ഒരർത്ഥം ആരുടെയും ബുദ്ധിയിലേക്ക് വരരുത്. വന്നാൽ പോയി. അതെന്താ വരാൻ സ്വാതന്ത്ര്യമില്ലേ? ഇഷ്ടംപോലെ സ്വാതന്ത്ര്യമുണ്ട്. ഏത് രൂപത്തിൽ വേണമെങ്കിലും ഈശ്വരനെ സങ്കല്പിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഈശ്വരൻ സ്വർഗത്തിലിരിക്കുന്നു, എന്താ സങ്കല്പിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. ആ ഈശ്വരൻ ഈ ലോകങ്ങളെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു, അതും സങ്കല്പിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെയൊക്കെ ഉണ്ടാക്കി വിട്ടത് ഈശ്വരനാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ അനുസരിച്ച് ഈശ്വരൻ അവസാനം നമുക്ക് സ്വർഗവും നരകവുമൊക്കെ വിധിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ വിധിക്കുന്നൊരു ദിവസം വന്നു ചേരും, അന്ത്യവിധി നാൾ. ആ വിധിനാൾ കഴിഞ്ഞാൽ പാപം ചെയ്തവർക്ക് നരകം, പുണ്യം ചെയ്തവർക്ക് സ്വർഗം വിധിക്കപ്പെടും. കഴിഞ്ഞു. ഈശ്വരൻ തൊഴിൽ രഹിതനായി. അവനിനി സ്ഥാനം കേരളത്തിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാനുള്ള അധികാരമുണ്ട്. വിശ്വസിക്കരുത് എന്ന് പറയാൻ ആർക്കും പറ്റില്ല. എന്തും ആർക്കും വിശ്വസിക്കാം. പക്ഷേ അങ്ങനെ ഒരു ഈശ്വരനാൽ ഇത് മുഴുവൻ ആച്ഛാദനം ചെയ്യപ്പെടുകയില്ല. കാരണം അവൻ ജഗത് ഭിന്നനാകുന്നു, അവൻ ജീവഭിന്നനാകുന്നു, അവൻ സൃഷ്ടിയിൽ നിന്ന് അന്യമാകുന്നു. സൃഷ്ടിയും സ്രഷ്ടാവും അവിടെ രണ്ടാകുന്നു. അങ്ങനെ ആകുന്നുവെങ്കിൽ ചോദ്യം വരുന്നു, എന്തിനവൻ ഈ വൈവിധ്യപൂർണമായതിനെ ഇപ്രകാരമൊക്കെ ആക്കി തീർത്തു? ചിലർ സുഖികൾ, ചിലർ ദുഃഖികൾ, ചിലർ സകലാംഗർ, ചിലർ വികലാംഗർ. ജന്മനാ തന്നെ ഈ വക ഭേദങ്ങൾക്കൊക്കെ അവൻ കാരണക്കാരനാണെങ്കിൽ അവനെപ്പോലെ ദ്വന്ദ്വബുദ്ധിയും ആശ്രയിക്കാൻ കൊള്ളാത്തവനും വേറെ ആരെങ്കിലും ഉണ്ടോ? ചിന്തിക്കേണ്ടതാണ്. ഒട്ടനവധി പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് സൃഷ്ടിവാദം പറയുന്നവർ ചോദ്യം ചോദിക്കാൻ സമ്മതിക്കാറില്ല, യുക്തിപൂർവമായ വിചാരത്തെ പ്രോത്സാഹിപ്പിക്കാറില്ല. അത്തരമൊരു ഈശ്വരനാൽ വാസ്യം എന്ന് പറയാൻ പറ്റില്ല. മറിച്ച്
എപ്രകാരമാണോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ഭഗവാൻ ഭാഷ്യകാരൻ ദൃഷ്ടാന്തം പറഞ്ഞു തന്നത്, ചന്ദനത്തിൻ്റെ സ്വരൂപഭൂതമായ സുഗന്ധത്താൽ ചന്ദനം ആവരണം ചെയ്യപ്പെട്ടു. അതുപോലെ ഈശ്വരനാൽ ഈ സകലവും വാസ്യമാണ്, സ്വരൂപത്താൽ വാസ്യമാണ്. അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത്, എന്താണ് സ്വരൂപം? ഈ ജഗത്തിൻ്റെ സ്വരൂപം വിചാരം ചെയ്യാൻ ഞാൻ പരിശ്രമിച്ചു. ആവിർഭവിക്കുന്നതും നിലനിൽക്കുന്നതും മാറ്റങ്ങൾ വളരുന്നതും മാറ്റങ്ങൾ വരുന്നതും തളരുന്നതും നശിക്കുന്നതുമാണ്. എങ്കിലും നിരൂപണം ചെയ്യപ്പെടുന്ന ദശയിൽ ഇതുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിൻ്റെ അപ്പുറപ്പുറം ഉണ്ടോയെന്നുള്ളത് പിന്നെ ചിന്തിക്കാം. പക്ഷെ നിരൂപണം ചെയ്യപ്പെടുന്ന ദശയിൽ ജഗത്തുള്ളതാണ്. ജഗത്ത് എന്നാൽ നിരൂപണം ചെയ്യപ്പെട്ട ദശയിൽ സത്താണ്. അവിടുന്ന് അങ്ങോട്ട് ഈ ജഗത്തിനെ നോക്കി ഇത് ചിത്താണെന്നും ആനന്ദമാണെന്നും ഒന്നും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ജഗത്തിനെ നോക്കിക്കാണുന്ന ഞാൻ സത്താണെന്നും ചിത്താണെന്നും ആനന്ദമാണെന്നും ഞാൻ മനസ്സിലാക്കി. ഞാൻ സച്ചിദാനന്ദമാണ്. അവിടെ ഞാൻ എന്നുള്ള ബോധം എപ്പോഴും നമുക്ക് ഈ ഞാൻ പ്രത്യക് ബോധമാണ്. ഈ ഞാൻ വ്യക്തിനിഷ്ഠമാണ്. വ്യക്തിനിഷ്ഠമായിട്ടാണ് ഞാനെന്ന ആ ഒരു ബോധം നമ്മളിലെല്ലാം ഉള്ളത്. ഈ ഞാനാണ് സത്തെന്നും ചിത്തെന്നും ആനന്ദമെന്നും യുക്തിപൂർവം ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ കുറച്ചും കൂടി എനിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതെങ്ങനെ? ഈശാവാസ്യമിതം സർവം എന്ന് പറയുമ്പോൾ ഇതം സർവം എന്നുള്ളതിൽ ഈ ശരീരം ഉൾപ്പെടുന്നുണ്ട്, ഈ പ്രാണങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, ഈ മനസ്സുൾപ്പെടുന്നുണ്ട്, ഈ ബുദ്ധി ഉൾപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഇതം എന്നുള്ളതിൽ പെടുന്നതാണ്, ഇത് എന്നുള്ളതിൽ. പക്ഷേ ഇതം സർവം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നിൽക്കാൻ വയ്യ, ഇനിയും മുന്നോട്ട് പോകണം. നാം ചുറ്റുപാട് കാണുന്ന ഈ പ്രപഞ്ചത്തെ, ഈ ജഗത്തിനെ മുഴുവൻ നമ്മൾ എടുക്കണം. അപ്പോഴേ ഇതം സർവം എന്നുള്ളതിൻ്റെ അർത്ഥം വരും. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ശരീരസംബന്ധിയായി ഞാൻ സച്ചിദാനന്ദമാണ് എന്ന കണ്ടെത്തലിൽ ഞാൻ അവസാനിക്കുന്നില്ല, അവിടെ ഞാൻ തൃപ്തനാവുന്നില്ല. വീണ്ടും അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ ഇനി അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് പ്രമാണവിചാരം കൂടിയേ തീരൂ. കാരണം ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് യുക്തി പ്രക്രിയയിലൂടെയാണ്. ആ പദങ്ങൾ യുക്തിയിലൂടെ ലഭിച്ചതല്ലെങ്കിലും സത്തെന്നുള്ളതിനാൽ പറയപ്പെടുന്ന ബോധം ഉണ്മ, ചിത്തെന്നുള്ളതിനാൽ പറയപ്പെടുന്നതായ ബോധമുണ്ടല്ലോ ആശയം, ജ്ഞാനമെന്നുള്ളത്, ആനന്ദമെന്നുള്ളതിനാൽ പറയപ്പെടുന്ന പരമസുഖം എന്നുള്ളത്, ഇതൊക്കെ തീർത്തും യുക്തിപൂർവം ഞാൻ ഗ്രഹിച്ചതാണ്. പദങ്ങൾ യുക്തി സംഭാവന ചെയ്തതല്ലെങ്കിലും. പക്ഷേ ഈ ജഗത്തിൻ്റെ മുഴുവൻ കാരണം എന്താണ്, ഈ ജഗത്തിന് മുഴുവൻ നിയാമകം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് യുക്തി പോരാ. അവിടെ ഞാൻ അതിന് യോജിച്ച് പ്രമാണത്തെ സ്വീകരിക്കണം. പ്രമാണം എന്ന് പറയുമ്പോൾ യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതെന്തോ അതാണ് പ്രമാണം. പ്രമാ എന്നാൽ യഥാർത്ഥ ജ്ഞാനം.
പ്രമായാഹ കരണം പ്രമാണം. പ്രമയുടെ കരണമാണ് പ്രമാണം. കരണം എന്ന് പറഞ്ഞാൽ അസാധാരണം കാരണം. അസാധാരണമായ കാരണമാണ് കരണം. അസാധാരണമായ കാരണം എന്ന് പറഞ്ഞാൽ യാതൊരു കാരണമാണോ കാര്യോത്പത്തിയിൽ മുഖ്യം, അതിനെയാണ് നമ്മൾ അസാധാരണ കാരണം എന്ന് പറയുന്നത്. അരി ഉപയോഗിച്ച് നമ്മൾ ചോറുണ്ടാക്കി എന്ന് പറയുന്നിടത്ത് അരി വേണം, പാത്രം വേണം, വെള്ളം വേണം, ഏതെങ്കിലും പ്രകാരത്തിൽ ചൂട് വേണം, പുരുഷ പ്രയത്നം വേണം. ഇതിൽ അരി ഒഴിച്ചുള്ള ബാക്കിയെല്ലാം കറി ഉണ്ടാക്കാനും വേണം, ഉപ്പേരി ഉണ്ടാക്കാനും വേണം. പാത്രവും ജലവും പുരുഷപ്രയത്നവും ചൂടും കറി ഉണ്ടാക്കാനും വേണം. അതുകൊണ്ട് തന്നെ അവ പാചകത്തിൽ സാധാരണ കാരണങ്ങളാണ്. ഏത് പാചകത്തിൽ? ചോറ് ഉണ്ടാക്കുക എന്നുള്ള പാചകക്രിയയിൽ അവ സാധാരണ കാരണങ്ങളാണ്. അസാധാരണ കാരണം അരി മാത്രമാണ്. അരി കൊണ്ടല്ല കറി ഉണ്ടാക്കാറ്. അരി കൊണ്ട് കറി ഉണ്ടാക്കാം, അത് വേറെ വിഷയം. അരി കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം, അത് വേറെ വിഷയം. ഇതുപോലെ പ്രമ യഥാർത്ഥമായ ജ്ഞാനം. യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? അതും ശ്രദ്ധിക്കണം. യാതൊരു ജ്ഞാനം വ്യഭിചരിക്കപ്പെടുകയില്ലയോ, യാതൊരു ജ്ഞാനം മറ്റേതെങ്കിലും പ്രമാണ പദ്ധതിയാൽ തെറ്റെന്ന് ബോധിപ്പിക്കപ്പെടുകയില്ലയോ, അതാണ് യഥാർത്ഥ ജ്ഞാനം. അബാധിതമായിരിക്കണം. അബാധിതം എന്നുള്ളതാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ പ്രഥമ ലക്ഷണം. അബാധിതമാണ് ജ്ഞാനം, പ്രമ. ഭൂമി പരന്നതാണെന്ന് എന്നെ പഠിപ്പിച്ചു. ഞാൻ വിശ്വസിച്ചു ഭൂമി പരന്നതാണ്. പരന്ന ഭൂമിയെ നിന്റെ മുമ്പിൽ പടച്ചവൻ സൃഷ്ടിച്ചു വെച്ചത് നിനക്ക് ദൃഷ്ടാന്തമായി കാണാനില്ലേ? ഈ വാചകം ചോദിച്ചു എന്നോട്. ഞാനത് പഠിച്ചു, അങ്ങനെ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? ഭൂമി പരന്നതാണ്. വിശ്വസിക്കാൻ എനിക്ക് അധികാരമുണ്ട്. എന്ത് വിഡ്ഢിത്വം ആർക്കും വിശ്വസിക്കാം, എന്ത് വിഡ്ഢിത്വം ആർക്കും വിശ്വസിക്കാം. വിശ്വാസങ്ങളെല്ലാം അന്ധവുമാണ്. അന്ധമല്ലാത്തൊരു വിശ്വാസവും ലോകത്തിലില്ല. ലോകത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസം അന്ധമല്ലാത്തതുണ്ടെങ്കിൽ പറയാം. ഒരു വിശ്വാസവും അന്ധമല്ലാത്തതിൽ എല്ലാ വിശ്വാസങ്ങളും അന്ധങ്ങളാണ്. അങ്ങനെ ഞാൻ അന്ധമായി വിശ്വസിച്ചു ഭൂമി പരന്നതാണ്. പിന്നീട് എന്നോട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തന്നു, ഭൂമി പരന്നതൊന്നും അല്ലാട്ടോ, ഭൂമി ഉരുണ്ടതാ. നിങ്ങൾ വെറുതെ അങ്ങ് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കില്ല. ഇതാ ഫോട്ടോ, ഇതാ നോക്കിക്കോളൂ. ഉരുണ്ട ഭൂമിയുടെ ചിത്രങ്ങളൊക്കെ ഞങ്ങളെ പക്കലുണ്ട്. ഓ അങ്ങനെയാ? ഇപ്പം ഞാൻ ഭൂമി പരന്നതാണെന്ന് ഇന്നലെ വരെ വിശ്വസിച്ചത് തെറ്റാണെന്ന് മനസ്സിലാക്കി. എൻ്റെ മതഗ്രന്ഥമാണിത് പഠിപ്പിച്ചത്. എൻ്റെ മതഗ്രന്ഥം ഭൂമി പരന്നതാണെന്ന് എന്നെ പഠിപ്പിച്ചത് തെറ്റി. ഇത് ഉരുണ്ടിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഭാരതീയ ശാസ്ത്രങ്ങളിൽ ദീർഘവൃത്താകാരമായി അണ്ഡാകാരമായിട്ടൊക്കെ ഇതിനെ പറഞ്ഞതൊന്നും ഞാൻ പഠിച്ചിരുന്നില്ല. അത് പോട്ടെ, അത് വേറെ വിഷയം. അതിപ്പോഴും ശ്രദ്ധിക്കുന്നുമില്ല. ഇവിടെ എൻ്റെ ആദ്യത്തെ അറിവ് രണ്ടാമത്തെ ശാസ്ത്രജനിതമായിരിക്കുന്ന അറിവിനാൽ ബാധിക്കപ്പെട്ടു. അപ്പം എന്തായി? ആദ്യത്തത് അറിവല്ല എന്ന് മനസ്സിലായി. പ്രമയല്ലാതെ. പ്രമ എന്ന് പറയണമെങ്കിൽ മറ്റേതെങ്കിലും വിജ്ഞാനീയ ശാഖയാൽ ബാധിക്കപ്പെടരുത്, അബാധിതമായിരിക്കണം. അങ്ങനെ അബാധിതമായ യഥാർത്ഥമായ ജ്ഞാനം നമുക്ക് ഉണ്ടാവുന്നതിന് എന്താണോ മുഖ്യമായ കാരണം, അതാണ് പ്രമാണം. പ്രമാണങ്ങൾ കുറേ ഉണ്ട്.
പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് 3 പ്രമാണങ്ങളെ സ്വീകരിക്കാം. 3-ൽ അന്തർഭവിക്കും മറ്റെല്ലാം: പ്രത്യക്ഷവും അനുമാനവും ആഗമവും. പ്രത്യക്ഷം, നമ്മൾ ഒന്നാമത് ആശ്രയിക്കുന്ന പ്രമാണം പ്രത്യക്ഷമാണ്. നമ്മൾ പരസ്പരം കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, വാസനിക്കുന്നു, സ്പർശിക്കുന്നു. ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ നേടുന്ന അറിവാണ്, യഥാർത്ഥ ജ്ഞാനമാണ്. ഈ യഥാർത്ഥ ജ്ഞാനം നമുക്ക് എങ്ങനെ ലഭിച്ചു? പ്രത്യക്ഷമാണ് അവിടെ പ്രമാണം. പ്രത്യക്ഷ പ്രമാണത്തിലൂടെ ലഭിച്ചു. പ്രത്യക്ഷ പ്രമാണം തീർച്ചയായിട്ടും പ്രമാണം തന്നെയാണ്. അതിലൂടെ ലഭിച്ച ജ്ഞാനം ശരിയായ ജ്ഞാനമാണ്. പക്ഷേ അവിടെ ദോഷങ്ങൾ വരാം, അവിടെ പെശകുകൾ വരാം. പ്രത്യക്ഷത്തിലൂടെ മുഴുവനൊന്നും കാണാൻ നമുക്ക് കഴിയില്ല, മുഴുവനൊന്നും കേൾക്കാൻ കഴിയില്ല. അതിന് പരിധിയുണ്ട്, കരണത്തിൻ്റെ പരിമിതികളുണ്ട്, വേറെയും ഒട്ടനവധി ഘടകങ്ങളുണ്ട്. പ്രത്യക്ഷം കൊണ്ട് അറിയാൻ കഴിയാത്തതിനെ യുക്തി കൊണ്ടറിയാം. അതിൽ തന്നെ അനുമാനവും ഉപമാനവും അനുപലബ്ധിയും അർത്ഥാപത്തിയും ഇങ്ങനെ 4 വിഭാഗമുണ്ട്. ഏതെങ്കിലുമൊക്കെ മുൻപ് അറിഞ്ഞു വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വ്യാപിപ്പിച്ച് പുതുതായിട്ടൊരറിവിനെ ഞാൻ നേടുമ്പോൾ അത് അനുമാനമാണ് അവിടെ പ്രമാണം. അങ്ങ് ദൂരെ വൃക്ഷക്കൊമ്പ് ഇളകുന്നത് കണ്ടപ്പോൾ ഞാനിവിടെ നിന്ന് മനസ്സിലാക്കി അവിടെ കാറ്റുണ്ടെന്ന്. അവിടെ പോയി ഞാൻ കാറ്റുണ്ടെന്ന് അറിഞ്ഞില്ല, ഇവിടെ ഇരുന്ന് ഞാൻ അനുമാനിക്കുകയാണ് അവിടെ കാറ്റുണ്ട്, അവിടെ കാറ്റുണ്ട്. കാരണം കാറ്റുണ്ടായപ്പോൾ വൃക്ഷക്കൊമ്പ് ഇളകിയത് ഞാൻ ഇതിനു മുമ്പ് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അവിടെ വൃക്ഷക്കൊമ്പ് ഇളകുന്നത് ഇപ്പോൾ ഞാൻ കാണുമ്പോൾ അവിടെ കാറ്റുണ്ടായിരിക്കണമെന്ന് ഞാൻ അനുമാനിക്കുന്നു. ചിലപ്പോൾ തെറ്റായിരിക്കാം, അവിടെ കാറ്റുണ്ടാവില്ല. ആ വൃക്ഷക്കൊമ്പിൻ്റെ ഉള്ളിലൊരു കുരങ്ങനോ ഒരു മനുഷ്യനോ ആരോ ഇരുന്ന് കുലുക്കുകയായിരിക്കും. അതിനെ അനുമാനത്തിൽ തെറ്റ് വരാം, ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷെ ഇങ്ങനെ അനുമാനിക്കാറുണ്ട്. ഉപമാനമുണ്ട്. ഉപമാനം മറ്റൊന്നാണ്. നമ്മളോട് ഒരാൾ പറഞ്ഞു തന്നതിൻ്റെ അല്ലെങ്കിൽ പലര് പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അനുമാനിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ഉപമാനമാണ്. നിനക്ക് രാമേന്ദ്രൻ അറിയുമോ എന്ന് ചോദിച്ചു. ഇല്ല, രാമേന്ദ്രൻ അറിയില്ലല്ലോ. ആ കേശവനില്ലേ, ഏകദേശം അവൻ്റെ അതേ ആകൃതിയാണ്, ഒരു 1/2 അടി പൊക്കം കൂടുതലാണ്, കുറച്ച് വണ്ണവും കുറച്ച് ഇരുണ്ടിട്ടുമാണ് കേശവനേക്കാൾ. റൈറ്റ്, മനസ്സിലാക്കി. എവിടെ അവനിപ്പോൾ ഉള്ളത്? അവനങ്ങ് മുംബൈയിലാണ് ഉള്ളത്. ഓ ശരി. അങ്ങനെ പിന്നീട് ഞാൻ മുംബൈയിൽ പോയപ്പോൾ ഒരാളെ കണ്ടു, ഏകദേശം നമ്മുടെ കേശവൻ്റെ ഒരു ഛായ, 1/2 അടി പൊക്കം കൂടുതൽ, കുറച്ചൊരു വണ്ണവും കുറച്ച് ഇരുണ്ടിട്ടും. രാമേന്ദ്രാന്ന് വിളിച്ചു. എന്താ, നിനക്ക് എങ്ങനെ എന്നെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലാവൂടോ. എങ്ങനെ മനസ്സിലായി? ഉപമാനമാണത്. ചിലപ്പോൾ തെറ്റാം, ചിലപ്പോൾ രാമേന്ദ്രാന്ന് വിളിച്ചിട്ട് അതെ ചിലപ്പോൾ തെറ്റ് വരാം. അത് ഉപമാനമാണ്. ഇനി വേറൊരു പ്രമാണമുണ്ട്, അർത്ഥാപത്തി. അർത്ഥാപത്തി എന്ന് പറയുമ്പോൾ അത് അനേകം അനുമാനങ്ങളെ ചേർത്തിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും അതിൻ്റെ പ്രക്രിയ ഇങ്ങനെയാണ്. ഒരാൾ പറഞ്ഞു, അവനൊരു മാസമായിട്ട് ഭക്ഷണം കഴിക്കണില്ല കേട്ടോ, ഒരു മാസമായി ഭക്ഷണം കഴിക്കാത്തത്. വെള്ളവും കുടിക്കണില്ലേ? ഇല്ലെന്നേ. എന്നാൽ പിന്നെ വായുന്നോ മറ്റോ ശക്തി വലിച്ചെടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സൂര്യനാറ്റോ വല്ല ഊർജ്ജവും വലിച്ചു, അങ്ങനെ കണ്ട് ചില പദ്ധതികൾ ഇപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അയാൾ വാതിലടച്ച് അകത്തിരിക്കുക, ഒരു മാസമായിട്ട്. ഞാനൊന്ന് കാണട്ടെ അയാളെ. കണ്ടു നോക്കുമ്പോൾ വളരെ ഉന്മേഷവാനായിട്ടിരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ മാസം കണ്ടതിനേക്കാൾ
തടിയൊക്കെ വെച്ചിട്ടുണ്ട്. നീരെടുത്തതല്ല, അല്ലാണ്ട് തന്നെ തടിച്ചതാ. അപ്പോൾ ഉറപ്പിച്ച് ഞാൻ മനസ്സിലാക്കി, അവനകത്തുനിന്ന് എന്തായാലും ഭക്ഷണം ആരും അറിയാണ്ട് കഴിക്കണില്ല എന്ന് പറയുക പുറത്ത്. അതർത്ഥം ആപന്നമായി തീരുകയാണ്. അത് അർത്ഥാപത്തി പ്രമാണമാണ്. ഇത്രയും പ്രമാണങ്ങളെ ഏവരും സ്വീകരിക്കുന്നു. മീമാംസകർ പ്രത്യേകമായി സ്വീകരിക്കുന്ന മറ്റൊരു പ്രമാണമുണ്ട്. അത് അനുപലബ്ധി പ്രമാണമാണ്. ഇവിടെ ഈ സ്റ്റേജിൽ ഒരു ആന ഇരിക്കണില്ല, അല്ലെങ്കിൽ ഒരു പൂച്ച ഇരിക്കണില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഈ സ്റ്റേജിലൊരു പൂച്ച ഇല്ല എന്ന് പറയുമ്പോൾ പൂച്ചയുടെ അഭാവത്തെ നമ്മൾ അറിയുന്നുണ്ട്. പൂച്ച ഇല്ല എന്നുള്ള, അപ്പം ഇല്ലെന്നറിയപ്പെടുന്ന പൂച്ച ഇവിടെയുണ്ട്. പൂച്ചയുടെ അഭാവം ഇവിടെ ഉണ്ട്. എങ്ങനെ? പൂച്ചയുടെ അനുപലബ്ധി ഹേതുവായിട്ടാണ് പൂച്ച എന്നുള്ളൊന്നിനെ നമ്മൾ അറിഞ്ഞത്, ഇല്ലായ്മ ഹേതുവായിട്ട് അറിയുന്നത്. ഈ പറഞ്ഞ ഒരു പ്രമാണവും എന്താണ് ജഗത് കാരണമെന്നും അതിൻ്റെ സ്വരൂപമെന്തെന്നുമുള്ള വിഷയത്തിൽ പ്രവർത്തിക്കുന്നില്ല. ഇത്രയും ഈ 5 പ്രമാണങ്ങളെ നമ്മൾ നിരൂപണം ചെയ്തെങ്കിലും ഈ 5 പ്രമാണങ്ങളും ആത്യന്തികമായ സത്യത്തെ ബോധിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളല്ല. അങ്ങനെ ഇതര പ്രമാണങ്ങളൊക്കെയും പ്രവർത്തിക്കാതാകുമ്പോൾ നമ്മൾ പരിപൂർണ ശ്രദ്ധയോടുകൂടി എന്ത് പ്രമാണമാണിതിനെ ബോധിപ്പിക്കുക എന്നന്വേഷിക്കും. വിജ്ഞാനീയത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ പ്രമാണങ്ങളുടെ പ്രവൃത്തിയുണ്ട്. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഭൗതിക ഘടനയെക്കുറിച്ച് അറിയാൻ എപ്രകാരമാണോ ഫിസിക്കൽ സയൻസിനെ നമ്മൾ പ്രമാണമായി സ്വീകരിക്കുന്നത്, മറ്റേതെങ്കിലും ഒരു ഘടനയെ അറിയാൻ അതിനനുസൃതമായ ശാസ്ത്രത്തെ സ്വീകരിക്കുന്നത്, അതേപോലെ ഇവിടെ പ്രമാണം വേദാന്തമാണ്. വേദാന്തം ശുദ്ധമായി പ്രമാണമാണ്, മറ്റൊന്നല്ല. വേദാന്തം വിശ്വസിക്കാനുള്ളതല്ല. എല്ലാവരും വേദാന്തത്തിൽ വിശ്വസിച്ചോളണം കേട്ടോ. അബദ്ധം. വേദാന്തത്തിൽ വിശ്വസിക്കുന്നില്ല. വേദാന്തം പ്രമാണ വിചാരമാണ്. വേദാന്തത്തിലേക്ക് നമ്മൾ പോകുന്നു. നേരത്തെ ത്വം പദം, ഇവിടെ ത്വം പദം എന്നുള്ളതൊന്നും നേരത്തെ പറഞ്ഞിട്ടില്ല, എങ്കിലും ജീവൻ എന്നുള്ളതിനെ സച്ചിദാനന്ദമെന്ന് മനസ്സിലാക്കി. പക്ഷേ തത്പദം സർവജഗത് കാരണം, സർവജഗത് കാരണം എന്നുള്ളത് തന്നെ വീണ്ടും പിരിച്ചു പറയണം. ഉപാദാനത്വേന നിമിത്തത്വേന എന്നൊക്കെ, നിമിത്തമായിട്ടും ഉപാദാനമായിട്ടും. ഉപാദാനം എന്ന് പറഞ്ഞാൽ ഏതൊരു കാരണം കാര്യമായി പരിണമിക്കുന്നുവോ ആ കാരണമാണ് ഉപാദാന കാരണം. ഉപാദാന കാരണം കാര്യമായി പരിണമിക്കുന്നതിന് ഏതൊക്കെ സഹായി കാരണങ്ങളുണ്ടോ അവയാണ് നിമിത്ത കാരണങ്ങൾ. അപ്പോൾ ഈ ജഗത്തിൻ്റെ ഉപാദാന കാരണമായും നിമിത്ത കാരണമായും ഒക്കെ നിലനിൽക്കുന്നത് എന്തോ അതിനെയാണ് വേദാന്തശാസ്ത്രം തത് പദം കൊണ്ട് പറയുന്നത്. തത് പദത്തിൻ്റെ അർത്ഥമാണ് ബ്രഹ്മമെന്ന്, പരമാത്മാവെന്ന്, ഈശ്വരനെന്ന് ഒക്കെ പറഞ്ഞോളൂ, വിരോധമില്ല. ത്വം എന്ന് പറഞ്ഞാൽ നീ എന്നർത്ഥം. നീ എന്നുള്ള ശബ്ദം ജീവസൂചകമാണ്. ഞാൻ സച്ചിദാനന്ദം നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ. അപ്പം ത്വംപദ നിരൂപണത്തിന് ശാസ്ത്രം ഏറെ വേണമെന്നില്ല. പക്ഷേ തത്പദത്തെ അറിയണമെങ്കിൽ അവിടെ ശാസ്ത്രമല്ലാതെ മറ്റൊരു പ്രമാണം നമുക്കില്ല. മറ്റെല്ലാ പ്രമാണങ്ങളും അവിടെ പിന്തിരിഞ്ഞു. ശ്രദ്ധിക്കുക. കേവലം ത്വംപദ നിരൂപണം ചെയ്താൽ
ഞാനാര് എന്നുള്ളത് വിചാരം ചെയ്താൽ ഒരിക്കലും നമുക്ക് പാരമാർത്ഥികമായ ബോധത്തിലേക്ക് ഉയരാൻ കഴിയില്ല. ശാസ്ത്ര സഹായം അനിവാര്യമാണ്. ശാസ്ത്ര സഹായമില്ലാതെ നീ ആരെന്ന് നിരൂപണം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നിരൂപണം ചെയ്യുക? എന്താ നിരൂപണം ചെയ്യുക എന്നാലോചിച്ച് നോക്കുക. നീ ആര് എന്ന് ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കും, ഞാൻ സ്വാമി ചിദാനന്ദപുരി. പിന്നെയും പിന്നെയും പലതും ഉണ്ടാവും അതിനോട് ബന്ധിച്ച് ആലോചിക്കാൻ. അങ്ങനെ ആലോചിച്ച് കുറേയും കൂടി യുക്തിയുടെ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ ഇന്നലെ നാം വിചാരം ചെയ്തതുപോലെ ഞാൻ ഉള്ളതാണെന്നും ഞാൻ അറിവാണെന്നും ഞാൻ ആനന്ദമാണെന്നും ഒക്കെ മനസ്സിലാക്കിയെന്ന് വരാം. പക്ഷേ അതുകൊണ്ട് ഏകത്വ പ്രതിപത്തിയിലേക്ക് നമ്മൾ ഉയരുന്നില്ല. സത്യം ഏകമാണ്, അദ്വിതീയമാണെന്ന ബോധത്തിലേക്ക് നമ്മൾ ഉയരുന്നില്ല. വ്യക്തമാവണേ നമ്മുടെ ചിന്താ പദ്ധതി. നമ്മൾ ഒന്നിച്ചു പോയില്ലെങ്കിൽ അത് സാധിക്കില്ല. വിഷയം ക്രമികമായി സൂക്ഷ്മതയിലേക്ക് പോവുകയാണ്. അങ്ങനെ സൂക്ഷ്മതയിലേക്ക് പോകണമല്ലോ. ചിലരൊക്കെ ഇന്നലെ പറഞ്ഞു കുറച്ചൊരു വിഷയം കട്ടിയായി പോയോ എന്ന് സംശയം. എല്ലാം ഇപ്പോൾ ഒന്ന് തന്നെ മതിയോ? ഇന്നെന്തായിരുന്നോ? എന്നാൽ വെള്ളരിക്കയും മാങ്ങയും. ഇന്നെന്തായിരുന്നു? ഒന്ന് മാങ്ങയും വെള്ളരിക്കുക. അതുപോലല്ലോ കുറച്ചൊക്കെ ഉള്ളിലേക്ക് പോകണ്ടേ. അല്ലാണ്ട് എല്ലാ കാലവും ധർമ്മപ്രഭാഷണ പരമ്പര എന്നും പറഞ്ഞ് കുറേ കൊല്ലായില്ലേ. ഇന്ന് ഒന്ന് തന്നെ പറഞ്ഞിരുന്നാൽ മതിയോ? അത് പോരാ. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പോകണം. ഇവിടെ ജീവൻ്റെ സ്വരൂപത്തെ, സ്വഭാവത്തെക്കുറിച്ച് യുക്തിപൂർവം വിചാരം ചെയ്തപ്പോൾ ഞാൻ ഉള്ളവനാണെന്നും അറിവാണെന്നും ആനന്ദമാണെന്നും അറിഞ്ഞു. ശരിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം അന്വേഷണം പൂർത്തിയാവുന്നില്ല. എന്തുകൊണ്ട്? എൻ്റെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചമുണ്ട്. ഇതെന്നിൽ നിന്ന് ഭിന്നമാണോ അഭിന്നമാണോ? എൻ്റെ സ്വരൂപം ഈ സമസ്ത പ്രപഞ്ചത്തിൻ്റെയും കാരണത്തിൽ നിന്ന് ഭിന്നമാണോ അഭിന്നമാണോ? ഇത് ത്വംബദ നിരൂപണം കൊണ്ട് മനസ്സിലാവില്ല. അവിടെ ശാസ്ത്രം വേണം, ശാസ്ത്ര സഹായം വേണം. അവിടെ നമ്മൾ ശാസ്ത്രത്തെ സമാശ്രയിക്കുന്നു. ശാസ്ത്രത്തെ സമാശ്രയിക്കല്ലാതെ അവിടെ വേറെ വഴിയില്ല. വേറൊരു വഴിയില്ല. അവിടെ ശാസ്ത്രം വേദാന്ത ശാസ്ത്രമാണ്. അവിടെ പ്രമാണം വേദാന്ത പ്രമാണമാണ്. ഈ വേദാന്ത പ്രമാണത്തെ ആശ്രയിക്കുക, അല്ലാതെ അവിടെ വഴിയില്ല. ഇത് അനാദികാലമായി ഋഷീശ്വരന്മാർ, സ്വാനുഭൂതി സമ്പന്നന്മാരായ ഋഷീശ്വരന്മാർ തലമുറകൾക്ക് പകർന്നു നൽകി ഇതാ ഇന്നോളം എത്തി നിൽക്കുന്നതാ. ഉപനിഷത്തിലൊരു പ്രകരണം വരുന്നുണ്ട്. വളരെ യോഗ്യനായ ശിഷ്യൻ, തത്വവിചാര സമർത്ഥനായ ശിഷ്യൻ ഗുരുനാഥനോട് ചോദിക്കും, നമ്മുടെ ഈ കരണങ്ങളൊക്കെ ആരുടെ നിയോഗത്താലാണ് പ്രവർത്തിക്കുന്നത്? മനസ്സ് ആരാൽ നിയോഗിക്കപ്പെട്ടിട്ട് വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നു? കണ്ണ് ആരാൽ നിയോഗിക്കപ്പെട്ടിട്ട് കാണുന്നു? ചെവി ആരാൽ നിയോഗിക്കപ്പെട്ട് കേൾക്കുന്നു? മൂക്ക് ആരാൽ നിയോഗിക്കപ്പെട്ട് മണക്കുന്നു? ഇങ്ങനെ കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രൈതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം ക ദേവോ യുനക്തി.
വളരെ യുക്തമായ ചോദ്യമാണ്. കാരണം സ്വതവേ ജഡങ്ങളായ കേവലം ഉപാധികളായ കരണങ്ങൾ സ്വതവേ പ്രവർത്തിക്കുന്നവയല്ല. ഏതോ ചൈതന്യ സ്വരൂപത്തിൻ്റെ ചർച്ചയാലാണിവ പ്രവർത്തിക്കുന്നത്. എന്താണത് അറിയാനാ ചോദിച്ചത്. അറിയാനേ ശിഷ്യൻ ചോദിക്കൂ. ഇത് ഗുരുവിനറിയാം. അതുകൊണ്ട് ഗുരുനാഥൻ പറഞ്ഞു, അത് ചെവിയുടെ ചെവി എന്നൊന്നുണ്ട്, മനസ്സിൻ്റെ മനസ്സെന്നൊന്നുണ്ട്, വാക്കിൻ്റെ വാക്ക്, പ്രാണന്റെ പ്രാണൻ, കണ്ണിൻ്റെ കണ്ണ്. അത്രയും പറഞ്ഞാൽ മതി. ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോ യത് വാചോഹ വാചം സ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷ ചക്ഷുഃ. കഴിഞ്ഞു. ഇത്രയും പറഞ്ഞ ചോദ്യത്തിന് ഉത്തരായി. ഇവിടെ ശിഷ്യൻ ചോദിച്ചത് അറിയാനാണെന്ന് സൂചിപ്പിച്ചു. വ്യക്തവുമാണത്. ഗുരുവിനോട് ചോദിക്കുന്നത് അറിയാനാണ്, അറിയിക്കാനോ അളക്കാനോ അല്ല. അങ്ങനെയും ചോദിക്കാം, അതിന് വിരോധമില്ല. പക്ഷേ ഇവിടെ ചോദ്യം അറിയാനാണ്, അല്ലാതെ അറിയിക്കാനോ അളക്കാനോ അല്ല, നേരം പോക്കിനോ അല്ല. അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ, ഇല്ലേ? എന്തൊക്കെ ജാതിയിൽ ചോദിക്കുക. അറിയാൻ ചോദിക്കുക, അറിയിക്കാൻ ചോദിക്കുക, അളക്കാൻ ചോദിക്കുക, നേരം പോക്കിന് ചോദിക്കാം, ഒക്കെ ചോദിക്കാം. പക്ഷെ ഇവിടെ അറിയാനാ ചോദ്യം. അതുകൊണ്ട് യാതൊന്നാണോ ഇങ്ങനെയുള്ള തത്വം, കണ്ണിൻ്റെ കണ്ണെന്താണോ, ചെവിയുടെ ചെവി എന്താണോ, ഒന്നും കൂടി സ്പഷ്ടമാക്കിക്കൂടെ? നോക്കൂ, ചെവി എന്നുള്ളതായ ശ്രോത്രേന്ദ്രിയം അതൊരു ഇന്ദ്രിയമാണ്, അതൊരു കരണം മാത്രമാണ്. കരണം സ്വതവേ പ്രവർത്തിക്കുന്നതല്ല. അതിനെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ അനുപ്രവേശത്തിലേ കരണം പ്രവർത്തിക്കൂ, ഇല്ലെങ്കിൽ പ്രവർത്തിക്കില്ല. ഇതുപോലെ കാണുക, കേൾക്കുക, രുചിക്കുക, വാസനിക്കുക, സ്പർശിക്കുക എല്ലാം മനസ്സിലാക്കിക്കൊള്ളണം. സകല കരണങ്ങളുടെയും പ്രവൃത്തി ചൈതന്യാധീനമാണ്. ഇത് അറിയാനാണ് ചോദിച്ചതെന്നതുകൊണ്ട് ഇതിനെ അറിഞ്ഞിട്ട് സകല കരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവയിലുള്ള അഹം എന്നുള്ള അഭിമാനം താനെ കൊഴിഞ്ഞു പോകും. ഇവയെ, ഈ കരണങ്ങളെ പ്രവർത്തിപ്പിച്ചൊരു ചൈതന്യ സ്വരൂപമാണ് ശരിക്കും ഞാൻ, അല്ലാതെ ഈ കരണസംഘാതമല്ല എന്ന ഉറപ്പ് കൈവരും. ഇത് പ്രസംഗിച്ചുകൊണ്ട് പ്രയോജനമില്ല. ഇത് പ്രസംഗിക്കുമ്പോഴും നമുക്ക് കരണങ്ങളിൽ തന്നെ അഭിമാനം ഇരിക്കാം. നന്നായിട്ടില്ലേ ഞാൻ പറയണതില്ലേ? മനസ്സിലാവണില്ലേ? ഞാൻ മോശക്കാരനല്ലേ? അതാ പറയുമ്പോൾ ഇത് പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല എന്നതാ പറഞ്ഞത്. ഇത് പ്രസംഗിക്കുമ്പോഴും നമുക്ക് കരണാഭിമാനം വരാം. എന്നാൽ അറിഞ്ഞാൽ, കരണവിലക്ഷണനായി കരണങ്ങളെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപമാകുന്നു ഞാനെന്നറിഞ്ഞാൽ കരണങ്ങളിലുള്ള അഹം അഭിമാനം സ്വാഭാവികമായി കൊഴിഞ്ഞു പോകും. അത് സ്വാഭാവികമാണ്. അപ്പോഴാ നമ്മൾ ഈ ലോകത്തിനുപരി എത്തുന്നത്. ലോകം കാണപ്പെടുന്നത്, ഇതെല്ലാം കാണപ്പെടുന്നതാ, ഇതെല്ലാം അറിയപ്പെടുന്നതാ. എൻ്റെ ശരീരം, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക്, എൻ്റെ ത്വക്ക്, എൻ്റെ കൈ, എൻ്റെ കാല്, ഇതെല്ലാം എൻ്റെ എന്നറിയപ്പെടുന്നത് കൊണ്ട് ഇതെല്ലാം ലോകം തന്നെയാണ്. ലോക്യത ഇത് ലോകം കാണപ്പെടുന്നത്. അപ്പോൾ ഇവയിൽ ഞാനെന്ന താതാത്മ്യത്തോടുകൂടി ബന്ധിക്കപ്പെട്ടിട്ടാണ് ഞാൻ ഈ നിമിഷം വരെ കഴിഞ്ഞത്. പക്ഷേ
കരണങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപമാണ് ഞാനെന്നറിഞ്ഞപ്പോൾ അതാ തൊട്ട് മുൻ നിമിഷം വരെ ഉണ്ടായിരുന്ന കരണാഭിമാനം കൊഴിഞ്ഞുപോയി. അതിമുച്യ, ഇതിനെ അതിക്രമിച്ചു. ധീരാഹ, അത്യന്തം ബുദ്ധിമാന്മാരായ വിചാരശീലന്മാരായ ഈ തത്വജ്ഞാനത്തോടു കൂടിയവർ അസ്മാൽ ലോകാത് പ്രേത്യ, ഈ ലോകബന്ധനത്തിനുപരി എത്തിയിട്ട് അമൃതാഹ ഭവന്തി, സർവദുഃഖങ്ങൾക്കും ഉപരി സ്വയം അമൃത സ്വരൂപന്മാരായി ഭവിക്കുന്നു. ഇതാണല്ലോ എല്ലാവരും അന്വേഷിക്കുന്നത്. നമ്മളൊക്കെ അന്വേഷിക്കുന്നത് എന്താ? ആത്യന്തിക ദുഃഖനിവൃത്തിയെയാണ്, അമൃതത്വത്തെയാണ്, ആനന്ദസ്വരൂപവാപ്തിയെയാണ്. ഈ ആത്യന്തിക ദുഃഖനിവൃത്തി, ഈ അമൃതത്വപ്രാപ്തി, ഈ ആനന്ദസ്വരൂപവാപ്തി, അതാണ് അമൃതാഹ ഭവന്തി എന്നുള്ളതിലൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് വളരെ താത്പര്യമായി, ഇതൊന്ന് വേണമല്ലോ, ഇതിനൊന്ന് പ്രാപിക്കണം, എന്താ അപ്പം വഴി എന്നായി. അപ്പോൾ അറിഞ്ഞാൽ മുക്തനായി എന്നാ അപ്പം പറഞ്ഞത്. കരണങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപത്തെ താനെന്നറിഞ്ഞപ്പോൾ കരണങ്ങളിലുള്ള അഹമഭിമാനം താനേ കൊഴിഞ്ഞു പോവുകയും അങ്ങനെ ലോകബന്ധനത്തിന് ഉപരി എത്തുന്ന മഹാൻ മുക്തനാവുകയും ചെയ്യുന്നു എന്നാണ് ശ്രുതി പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ അപ്പോൾ അതിനെ അറിയാനൊരു വഴി എന്നായി ചിന്ത. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അറിയാനുള്ളത്? സാധാരണഗതിയിൽ അറിയാൻ നമ്മൾ സഹായിക്കുന്ന കരണങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യക്ഷം, അനുമാനം, ഇതാണ്. ആ പ്രത്യക്ഷം യുക്തി എന്ന് നമുക്ക് പറയാം. ഇതിന് എന്തൊക്കെ ഉപാധികൾ നമുക്കുണ്ട്? ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, അന്തഃകരണമുണ്ട്, പിന്നെ അവയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ഇതുകൊണ്ടൊക്കെ എനിക്ക് അറിയാൻ ഒക്കുവോ? സംശയമായി. അപ്പോൾ ശ്രുതി പറഞ്ഞു, തൊട്ടടുത്ത മന്ത്രം, ന തത്ര ചക്ഷുർഗച്ഛതി ന വാഗ്ഗച്ഛതി നോ മനോ. നമ്മുടെ പ്രതീക്ഷയാകെ അവിടെ അങ്ങോട്ട് അറ്റുപോവുകയാണ്. പരമമായ മോക്ഷഫലം പറഞ്ഞു. അത് കേട്ട് ഉത്സാഹത്തോടു കൂടി നമ്മൾ ഗുരു ഞാനിതിനെ എങ്ങനെ അറിയും എന്ന് ചോദിക്കാൻ പുറപ്പെടുമ്പോഴാണ് ഗുരുനാഥൻ പറയുന്നത്, ന തത്ര ചക്ഷുർഗച്ഛതി, അവിടേക്ക് നിൻ്റെ കണ്ണ് പോവില്ല. കണ്ണെന്നുള്ളത് ജ്ഞാനേന്ദ്രിയങ്ങളെ മുഴുവൻ ചേർത്ത് പറയുകയാണ്. നിൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ അവിടേക്ക് പ്രവേശിക്കില്ല കേട്ടോ. ന വാഗ്ഗച്ഛതി, അവിടത്തേക്ക് വാക്ക് പ്രവേശിക്കില്ല. വാക്കെന്നുള്ളത് കർമ്മേന്ദ്രിയങ്ങളെ മുഴുവൻ ചേർത്ത് പറയുക. ഒരു കർമ്മേന്ദ്രിയം അവിടത്തേക്ക് പ്രവേശിക്കില്ല. എന്താ പിന്നെ ചെയ്യുക? സാരമില്ല, എനിക്ക് അന്ധകരണം ഉണ്ടല്ലോ, അന്ധകരണം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയായിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, നോ മനോ, മനസ്സും അവിടേക്ക് പ്രവേശിക്കില്ല. ഞാൻ ആകെ തളർന്നിരിപ്പായി. കാരണം എൻ്റെ അടുത്ത് ഇതൊക്കെയുള്ളൂ കോപ്പുകൾ, ഇതൊക്കെയുള്ളൂ, ഇതൊന്നും അങ്ങോട്ട് പോയില്ല പറഞ്ഞാലോ. പിന്നെ ആകെ ഒരു പ്രതീക്ഷ ഉണ്ട്. എന്താ പ്രതീക്ഷ? ഗുരുനാഥനുണ്ടല്ലോ, അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു തരുമായിരിക്കും. എനിക്കിതുകൊണ്ടൊന്നും വയ്യാന്നല്ലേ ഉള്ളൂ, പക്ഷെ ഗുരു ആണല്ലോ ആൾ, അപ്പോൾ ഗുരു പറഞ്ഞു തരുമായിരിക്കും എന്നൊരൊറ്റ പ്രതീക്ഷയുമായി ഞാൻ ഗുരുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഗുരു എന്നെപ്പോലെ പലരെയും കണ്ടാളാ. അതുകൊണ്ട് ഗുരുനാഥൻ ഉടനെ പറഞ്ഞു, എടേ എനിക്കറിയില്ല കേട്ടോ, ന വിദ്മോ ന വിജാനീമോ യഥൈതദനുശിഷ്യാത്, ഇതിനെങ്ങനെയാ ഉപദേശിച്ചു തരേണ്ടതെന്ന് നമുക്കറിയില്ല. എന്താ ചെയ്യാം? ആകെ പ്രയാസമായി, കാരണം എൻ്റെ കരണങ്ങളൊന്നും പ്രവർത്തിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും എനിക്ക് ചെറിയൊരു പ്രതീക്ഷയുടെ ഒരു കണിക ശേഷിച്ചിരുന്നു, ഗുരുനാഥൻ ഉപദേശിച്ചു തരുമായിരിക്കുന്നു. അപ്പോഴാ ഗുരുനാഥൻ പറയുന്നത്, എനിക്കിതിനെ ഉപദേശിക്കാൻ അറിയില്ല എന്ന്. നമ്മളാരെങ്കിലും ആണെങ്കിൽ എന്നാൽ ഞാൻ വേറെ ഗുരുനാഥൻ്റെ അടുത്ത് പോട്ടെ എന്ന് ചോദിക്കുമായിരുന്നു. ഗുരുനാഥൻ വേണമെങ്കിൽ യാത്ര ചെലവും തരുമായിരുന്നു. പക്ഷെ ഇത് ഉപനിഷത്തിലെ ശിഷ്യനാണ്. ഉപനിഷത്തിലെ ശിഷ്യൻ മനസ്സിലാക്കി ഗുരു പറയുന്നതിന് സൂക്ഷ്മാർത്ഥമുണ്ടെന്ന്. അവിടെ തന്നെ ഇരുന്നു, അനങ്ങിയില്ല.
നമ്മളാരെങ്കിലും വെച്ചാൽ എന്താ ചെയ്യാമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പ്രതീക്ഷിച്ച് പോയ ഗുരു പറയുക, എനിക്കറിയില്ല കേട്ടോ പറഞ്ഞു തരാൻ. ശരി, എന്നാൽ പിന്നെ പറഞ്ഞു തരാൻ അറിയുന്ന ആളെടുത്ത് പോട്ടെ എന്ന് ചോദിക്കില്ലേ? നിശ്ചയമായിട്ടും ചോദിക്കും. അപ്പോൾ ബോർഡ് വെച്ചിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഗുരു കാലനേമി വേദാന്ത തത്വം ഉപദേശിക്കുന്നു, മന്ത്രദീക്ഷ ശ്രവണം ഇന്നത് ഇത്ര ഫീസെന്നൊക്കെ പറഞ്ഞിട്ട് ചില കാലനേമി സ്വരൂപന്മാരായ ഗുരുനാഥന്മാർ. കാലനേമി അറിയാമല്ലോ, കാലനേമി അറിയില്ലേ? പിന്നെ വിസ്തരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാലനേമി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഗുരു. അത് അവൻ ശിഷ്യനെ വിളിക്കുന്നവനാ. വരൂ ഞാൻ മന്ത്രദീക്ഷ തരാമെന്നാണ് പറയുന്നത്. അങ്ങോട്ട് സാധാരണ ഗുരുനാഥന്മാർ അങ്ങനെയല്ല പതിവ്. ശിഷ്യൻ പോയി അപേക്ഷിച്ചു, പിന്നെ ആവാം എന്നൊക്കെ പറഞ്ഞ് നീട്ടി വെച്ച് പിന്നെയും വരാൻ പറഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ പലവുരു പരീക്ഷിച്ച് എന്നിട്ടൊക്കെ ഗുരുനാഥന്മാർ മന്ത്രദീക്ഷയൊക്കെ കൊടുക്കാറുള്ളൂ. പക്ഷെ കാലനേമി അതല്ല. കാലനേമി ബോർഡ് വെച്ചിരിക്കുന്ന ആളാണ്. മന്ത്രദീക്ഷ കൊടുക്കപ്പെടും. പക്ഷേ അത് ഒറ്റയാളെടുത്ത് പറ്റിയില്ല. ഹനുമാൻ്റെ അടുത്ത്. ഹനുമാൻ ഒന്ന് കുളിച്ചൊക്കെ വന്നു. പിന്നെന്താ ചെയ്തു എന്നറിയാമല്ലോ, ഒറ്റ പ്രഹരം അത്രയേ ഉള്ളൂ. പിന്നെ കാലനേമി ഉണ്ടായിട്ടില്ല. നമ്മളങ്ങനെ വല്ലതിലും പോയി പെട്ടുപോകും. പക്ഷെ ഉപനിഷത്തിലെ ശിഷ്യൻ അങ്ങനെയൊന്നും പെട്ടുപോയില്ല. അവിടെ തന്നെ ഇരുന്നപ്പോൾ ഗുരുനാഥൻ മനസ്സിലാക്കി ഇവൻ യോഗ്യൻ തന്നെ. അപ്പോൾ പ്രത്യക്ഷം കൊണ്ടും യുക്തി കൊണ്ടും അറിയാൻ കഴിയാത്തതിനെ അറിയാനൊരു പ്രമാണമുണ്ട്. അത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രമാകട്ടെ അനാദികാലമായി സ്വാനുഭൂതി സമ്പന്നന്മാരായ ആചാര്യന്മാർ പരമ്പരയാ പ്രവർത്തിപ്പിച്ചു പോന്നതാണ്. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അന്യദേവ തദ്വിദിതാത് അഥോ അവിദിതാത് അധീ ഇത് ശുശ്രുമ പൂർവേഷാം യേനസ്തദ്വ്യാചക്ഷിരേ. പൂർണ്ണ ഉപദേശം. ഇതിൽ പരം ഒരു ഉപനിഷത്തില്ല ഇപ്പം പറഞ്ഞതിനേക്കാൾ വലിയൊരു ഉപനിഷത്ത്. അന്യദേവ തദ്വിദിതാത്, അറിയപ്പെട്ടതിൽ നിന്നത് അന്യമാണ്. അഥോ പിന്നെ അവിദിതാത് അധി, അറിയപ്പെടാത്തതിന് അതുപരിയാണ്. അറിയപ്പെട്ടതൊക്കെ അല്പമാണ്, അത് നമുക്കറിയാം. അറിയപ്പെട്ടോണ്ടൊന്നും മതി വരാണ്ടാണല്ലോ പിന്നെ അന്വേഷിച്ച് പോയത്. അല്ലെങ്കിൽ ഇപ്പം ഗുരുവിൻ്റെ അടുത്തൊന്നും എത്തൂല്ലല്ലോ. അപ്പം അറിയപ്പെട്ടതുകൊണ്ടൊന്നും മതിയായിട്ടില്ല. മാത്രമല്ല അറിയപ്പെട്ടതൊക്കെ എന്നാൽ അറിയപ്പെട്ടതാണ്, എന്നാൽ മനസ്സിലാക്കപ്പെട്ടതാണ്, എൻ്റെ മനസ്സിൻ്റെ പരിധിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടതാണ്. അതൊക്കെ അല്പം തന്നെ. അല്പമൊക്കെ അസുഖം തന്നെ. അല്പേ സുഖമസ്തി. അല്പമായതിൽ സുഖമില്ല കേട്ടോ, അത് സംശയമൊന്നുമില്ല. നമ്മൾ പലപ്പോഴും സുഖം തേടി അല്പങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പിന്നെ എവിടെയാ സുഖം കിട്ടാൻ പോണത്? പിന്നെ സമാധാനിക്കുക തന്നെ. ഇവിടെ സുഖം തന്നെ, സമാധാനം. അവിടെയും സുഖം തന്നെ എന്ന് കരുതുക. അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല. നാൽപ്പേ സുഖമസ്തി. അല്പമായതിൽ മാത്രമേ സുഖമുള്ളൂ. അല്പം അല്ലാത്തതിൽ, അല്പമായതിൽ സുഖമില്ല, അനൽപമായതിലേ സുഖമുള്ളൂ. ഇത് ഉപനിഷത്തിൻ്റെ ശബ്ദമാണ്. അസുഖമായതൊക്കെ പരിത്യാജ്യമാകുന്നു. അതുകൊണ്ട് എന്ത് വിദിതമാണോ അത് പരിത്യാജ്യമാണ്. എന്ത് അവിദിതമാണോ, അറിയപ്പെട്ടില്ലയോ, അത് അറിയപ്പെടുക എന്നുള്ള പ്രക്രിയയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതാണ്. ശ്രദ്ധിക്കണേ, ഒന്നിച്ചു പോണേ. അറിയപ്പെട്ടതൊക്കെ അല്പമാണ്, അല്പമൊക്കെ ദുഃഖമാണ്, ദുഃഖമൊക്കെ ത്യാജ്യമാണ്. അറിയപ്പെടാത്തതോ ഇനി അറിയപ്പെടുക എന്നുള്ള ക്രിയയ്ക്ക് വിഷയമാക്കപ്പെടേണ്ടതാണ്, അതിനായിക്കൊണ്ട് സ്വീകരിക്കപ്പെടേണ്ടതാണ്. അതുമല്ല എന്ന് പറഞ്ഞു. അപ്പം തള്ളപ്പെടേണ്ടതുമല്ല, കൊള്ളപ്പെടേണ്ടതുമല്ല. തള്ളപ്പെടേണ്ടതുമല്ല, കൊള്ളപ്പെടേണ്ടതുമല്ല എന്നുള്ള ഒരു വസ്തുവേ ലോകത്തിലുള്ളൂ. രണ്ട് വസ്തുക്കളില്ല. നമുക്ക് തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒന്നേ ഉള്ളൂ, ഒന്ന് മാത്രം. അതെന്താ? അതാരാ? തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റില്ല. അതാരാ? എന്ത് സംശയം? ഞാൻ. എന്നിൽ നിന്ന് ഭിന്നമായ സകലത്തിനെയും എനിക്ക് ഒന്നുകിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ
ഉപേക്ഷിക്കാം. ദൈവങ്ങളെ മനസ്സിൽ എനിക്ക് ഉപേക്ഷിക്കാം, ദൈവങ്ങളെ സ്വീകരിച്ചോളണം, വിശ്വസിച്ചോളണം, നിർബന്ധമൊന്നുമില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, റൈറ്റ്, നിനക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള അധികാരമുണ്ട്. ഞാൻ ദൈവത്തെ വിശ്വസിച്ചിരിക്കുന്നു, റൈറ്റ്, നിനക്ക് വിശ്വസിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ചികിത്സ അത്യാവശ്യമാണ്, അല്ലേ? ഇവിടെ തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒന്നേയുള്ളൂ, അത് ഞാനാകുന്നു. അപ്പം എന്താണ് സകല കരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപം എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയേ ഉള്ളൂ, അത് ഞാൻ. ഇത്ര പറഞ്ഞിട്ട് എന്താ ഗുരുനാഥൻ പറഞ്ഞു എന്നറിയോ? ഇത് ശുശ്രുമ പൂർവേഷാം യേ നസ്തത് വ്യാചചക്ഷിരേ. നമുക്ക് ഈ വക വിഷയങ്ങളെ വ്യാഖ്യാനിച്ചു തന്ന പൂർവികന്മാരുടെ വാക്യങ്ങളെ ഇപ്രകാരം നമ്മൾ കേട്ടിട്ടുണ്ട്. എടോ, ഇത് ഞാനായിട്ട് പറഞ്ഞു തരല്ല, അനാദികാലമായ ഗുരുപരമ്പര കൈമാറി വന്ന ഉപദേശക്രമമാണ് ഞാൻ നിനക്കും നൽകുന്നത്. ഇതാണ് നമ്മുടെ മഹത്വം. ശ്രദ്ധിക്കുക, ഇത് അനാദികാല പ്രവൃത്തമാണ്. ഏവം പരമ്പരാപ്രാപ്തം, പരമ്പരാപ്രാപ്തമാണ്. ഇതാരെങ്കിലും സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞു തന്നതല്ല, ഇറക്കി വിട്ട് പറയിപ്പിച്ചതുമല്ല. അതെ, അനാദികാല പ്രവൃത്തമാണ്. ഈ ആചാര്യ പരമ്പര ഒട്ട് അവസാനിക്കുകയില്ല, ലാസ്റ്റില്ല, ലാസ്റ്റ് ഗുരു ഇല്ല. എപ്പോൾ ലാസ്റ്റ് ഗുരു എന്ന് പറഞ്ഞോ അത് മതമായി തീർന്നു. അനാദ്യ അനന്തമാണ് ഈ പരമ്പര. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വ്യക്തമാണ്, അന്യദേവ തദ് വിദിതാത് അഥോ അവിദിതാത് അധി. അറിയപ്പെട്ടതിൽ നിന്നത് അന്യം, അറിയപ്പെടാത്തതിനുപരി. എന്തിനുപരിയാണോ അത് അതിൽ നിന്ന് അന്യമാണെന്ന് ഉറപ്പാ. എന്നോട് പറയാം, എന്തിൽ നിന്ന് ഉപരിയാണോ അത് അതിൽ നിന്ന് അന്യമെന്നുറപ്പാ. അപ്പം അറിയപ്പെട്ടതിനും അറിയപ്പെടാത്തതിനും ഉപരി അഥവാ അന്യം ഒന്ന് മാത്രം, ഞാൻ. അപ്പം നോക്കൂ, ഇവിടെ സകല കരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപം ഞാൻ എന്ന് ബോധിച്ചു. എന്താണിതിൻ്റെ സ്വഭാവം? അതും അവിടെ പറഞ്ഞു തന്നു. സച്ചിദാനന്ദം ബ്രഹ്മ, സത്യം ജ്ഞാനം അനന്തം ആനന്ദം ബ്രഹ്മ. നിങ്ങളുടെ ചിന്ത പൂർണ്ണമായില്ലല്ലോ. കാരണം ഇവിടെ ത്വംപദ നിരൂപണത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഇപ്പോൾ പറഞ്ഞതിലും ഇല്ലല്ലോ. ഉണ്ട്. സകല ലോകത്തിനെയും അതിക്രമിച്ചിട്ടെന്ന് പറഞ്ഞതിലൂടെ ബ്രഹ്മതത്വം പറയപ്പെട്ടു. ഇനിയും പോരെങ്കിൽ ഈ കാണാകുന്ന സകലവും എന്തിൽ നിന്ന് ജനിക്കുന്നുവോ, എന്തിനാൽ നിലനിർത്തപ്പെടുന്നുവോ, എന്തിൽ വിലയിക്കുന്നുവോ അത് ബ്രഹ്മമെന്ന് ആചാര്യൻ പറഞ്ഞു തന്നു. ആ മന്ത്രം നമ്മൾ ഇന്നലെ ഇവിടെ ശ്രദ്ധിച്ചതാണ്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. ഇങ്ങനെ ബ്രഹ്മം സർവകാരണമാണെന്ന് പറഞ്ഞ് സർവനിയാമകമാണെന്നും പറഞ്ഞ്, ഇപ്പം പറഞ്ഞതിൽ വ്യഷ്ടിതലത്തിലുള്ള നിയാമകത്വമല്ലേ നിങ്ങൾ പറഞ്ഞുള്ളൂ? അല്ല, സമഷ്ടിതലത്തിലും അത് തന്നെയാണ് നിയമിക്കുന്നത്. ഭീഷാസ്മാത് വാതപവതേ ഭീഷോദേതി സൂര്യ.
എത്ര മന്ത്രങ്ങളാണ് ഇതേ അർത്ഥത്തിൽ. ഭയാദസ്യ അഗ്നിസ്തപതി ഭയാദുദേതി സൂര്യ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ അനവധിയാണ്. താല്പര്യം, സർവപ്രപഞ്ച വ്യവസ്ഥകളും ഈ ഒരു നിയമനത്തിന് കീഴിൽ ഇതാ നടക്കുകയാണ്. സർവനിയാമകത്വം, സർവകാരണത്വം ഈ ഏകവും അദ്വിതീയവുമായ ബ്രഹ്മത്തിൽ തന്നെയാകുന്നു. ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തെ പറഞ്ഞു തന്നു. സത്യം, ജ്ഞാനം, ആനന്ദം. സത്ത്, ചിത്ത്, ആനന്ദം. ഞാൻ നേരത്തെ നിരൂപണം ചെയ്തു. സത്ത്, ചിത്ത്, ആനന്ദം. ആരെക്കൊണ്ട് നിരൂപണം ചെയ്തു? എന്നെക്കൊണ്ട് നിരൂപണം ചെയ്തു. ഇപ്പം ശാസ്ത്രം, ബ്രഹ്മവിഷയത്തിൽ പരമപ്രമാണമായ വേദാന്തശാസ്ത്രം എന്നോട് പറഞ്ഞു തന്നു ബ്രഹ്മം സത്ത് ചിത്ത് ആനന്ദം. ഇപ്പം ഞാൻ വീണ്ടും മന്ത്രത്തിലേക്ക് തിരിച്ചു വരുന്നു. ഈശാവാസ്യമിദം സർവം. സ്വരൂപഭൂതമായ സച്ചിദാനന്ദം കൊണ്ട് ഈ കാണാകുന്ന സകലത്തെയും ആവരണം ചെയ്യണം. എന്തുകൊണ്ട്? തദ്ഭിന്നമായിട്ടൊന്നില്ല. ഇപ്പം എൻ്റെ സംശയം തീർന്നു. എന്നിൽ നിന്ന് ഭിന്നമായ പുതപ്പിനെ കൊണ്ട് ഞാൻ എന്നെ ആവരണം ചെയ്യുന്നത് പോലെ ഈശ്വരനാൽ ആവരണം ചെയ്യപ്പെടണമെന്നാണോ? അല്ല. പിന്നെ ചന്ദനത്തിൻ്റെ സ്വരൂപഭൂതമായ സുഗന്ധത്താൽ ചന്ദനം എന്ന കണക്കെ എൻ്റെ പ്രപഞ്ചത്തിൻ്റെ സകലത്തിൻ്റെയും സ്വരൂപം സച്ചിദാനന്ദമാണെന്നുള്ള ബോധത്താൽ ആവരണം ചെയ്യണം. അവിടെ സച്ചിദാനന്ദ ഭിന്നമായിട്ടൊന്നില്ല. ഈ വിചാരദശയിൽ ഞാൻ എത്തിയപ്പോൾ ആചാര്യൻ പറഞ്ഞു തന്നു സർവം ഖലു ഇദം ബ്രഹ്മ. ഖലു നിശ്ചയമായും, യാതൊരു സംശയമില്ല. ആ ഖലു എന്നുള്ളൊരു ശബ്ദത്തിൻ്റെ കേമത്തെ എത്രയാ! ഇതൊക്കെ ബ്രഹ്മാണ് കേട്ടോ. ഗുരു അങ്ങേക്ക് നിശ്ചയമുണ്ടോ? അതൊന്നുമില്ല, ഞാനങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്കൊരു ദാർഢ്യം വരിക? അപ്പം അവിടെ ഖലു നിശ്ചയമായിട്ടും സംശയമില്ല. ഈ സംശയമില്ല എന്ന് ആർക്കേ പറയാൻ പറ്റുമോ? സംശയമില്ല എന്ന് ആർക്കേ പറയാൻ പറ്റുമോ? സ്വാനുഭൂതി സമ്പന്നന് മാത്രമേ പറയാൻ പറ്റൂ, വേറെ ആർക്കും പറയാൻ പറ്റില്ല. നൈഷ തർക്കേണ മതിരാപനേയ. പരസ്പരം കൂടിയിരുന്ന് തർക്കിച്ചത് കൊണ്ടൊന്നും ആത്മബുദ്ധി ഉണ്ടാവില്ല. സ്വാനുഭൂതി തലത്തിലേക്ക് ഉയർന്ന വിദ്വാന് മാത്രമേ സംശയരഹിതമായി പറയാൻ പറ്റൂ. ആ സംശയരാഹിത്യത്തിൻ്റെ ശബ്ദമാണ് ഖലു. നിശ്ചയമായും സർവം ഹേതത് ബ്രഹ്മ. ഹി നിശ്ചയമായും ഏതത് സർവം, ഇതെല്ലാം ബ്രഹ്മമാണ്. ഇതെല്ലാം ബ്രഹ്മമാണ്. എല്ലാം ഒരു ഉണ്മയാണ്. തദ്ഭിന്നമായിട്ടൊന്നില്ല. സർവം ഖലു ഇദം ബ്രഹ്മ. ഇതെല്ലാം ബ്രഹ്മമാണ്. നിശ്ചയം. ഇതെങ്ങനെ മനസ്സിലാക്കണം? അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു തന്നു തജ്ജലാൻ. തജ്ജലാൻ, അതിൽ നിന്ന് ജനിക്കുന്നു, അതിൽ ലയിക്കുന്നു, അതിനാൽ ചേഷ്ടിക്കുന്നു. തജ്ജലാൻ. തജ്ജം അധികം, തല്ലം അധികം, തദനം. മൂന്നിലുള്ള തത് ഇങ്ങ് മാറ്റുക, അത് ഒറ്റ തത്. പിന്നെ തത് പ്ലസ് ജം പ്ലസ് ജ പ്ലസ് ല പ്ലസ് അന. തജ്ജലാൻ. അതിൽ നിന്ന് ജനിക്കുന്നു, അതിൽ ചേഷ്ടിക്കുന്നു, അതിൽ ലയിക്കുന്നു. എല്ലാ കാര്യാകാരത്തിലുള്ള പ്രതിഭാസങ്ങളും അധിഷ്ഠാന സദ്വസ്തുവിൽ നിന്ന് പ്രഭവിച്ചു. ശരി, അതിൽ നിന്ന് ഭിന്നമായി പ്രഭവിച്ചോ? ഇല്ല, അത് തന്നെയായിരുന്നു. അത് തന്നെയാ. ഇനി അത് ഇല്ലാതായാലോ? ഇല്ലാതായാലോ അത് തന്നെ.
നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ പാത്രത്തിൻ്റെ ആകൃതി വിശേഷത്തിൽ എനിക്കുണ്ടായിരുന്നൊരു താല്പര്യം അയാൾ അല്പവും പരിഗണിച്ചില്ല. കാരണം അയാൾക്ക് വസ്തുവിലേ താല്പര്യമുള്ളൂ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, പാത്രമായിരുന്നപ്പോഴും അത് ഇത്ര ഗ്രാം അലുമിനിയം തന്നെ ആയിരുന്നല്ലോ, പാത്രം ഇല്ലാതായപ്പോഴും ഇത്ര ഗ്രാം അലുമിനിയം ആയല്ലോ. തദ്ഭിന്നമായിട്ടൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇതാ സത്യം. ഇത് വ്യാവഹാരിക തലത്തിലുള്ള സത്യമല്ല. അതുകൊണ്ട് ആചാര്യൻ പറഞ്ഞു സത്യസ്യ സത്യം. ഇത് സത്യത്തിൻ്റെ സത്യമാണ്. വേറെ പല സത്യമുണ്ട് വ്യാവഹാരികമായിട്ടും ആപേക്ഷികമായിട്ടും ഒക്കെ. പക്ഷെ ഇതാണ് പാരമാർത്ഥിക തലത്തിൽ സത്യമെന്ന് നീ അനുസന്ധാനം ചെയ്യൂ. ശ്രദ്ധിക്കുക. ഇങ്ങനെ വിചാരം ചെയ്തപ്പോൾ ഈശാവാസ്യം ഇദം സർവം, ഇതെല്ലാം സ്വരൂപതയാ ഈശ്വരൻ തന്നെ നിറഞ്ഞു. സ്വരൂപതയാ ഇതെല്ലാം ഈശ്വരൻ തന്നെ. എന്തിൻ്റെ സ്വരൂപമോ അത് തന്നെ. അതിൽ നിന്ന് ഭിന്നമായതാണെന്ന് ധരിച്ചു വശായത് എൻ്റെ അറിവില്ലായ്മ, അത്രയേ ഉള്ളൂ. ഈ അറിവില്ലായ്മ നീങ്ങി. ഏതുപോലെ ഇതൊരു നാറുന്ന മരക്കഷ്ണം എന്ന് വിചാരിച്ച അതിനെ എത്ര മൂല്യമുള്ളതായി മനസ്സിലാക്കാത്ത എൻ്റെ ഭാവം ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ പോയി. എപ്പോൾ? ചന്ദനത്തിൻ്റെ സുഗന്ധത്താൽ, സ്വരൂപഭൂതമായ സുഗന്ധത്താൽ ചന്ദനം ആവരണം ചെയ്യപ്പെട്ടപ്പോൾ ഇത് നാറുന്ന മരക്കഷ്ണം എന്നുള്ള ചിന്ത പോയി. പിന്നെ എന്ത് വന്നു? ഇത് ചന്ദനം എന്ന ബോധമുണ്ടായി. പക്ഷെ അത് എന്തെല്ലാം പ്രക്രിയകളെ ആശ്രയിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം തന്നെ ഇത് ചന്ദനമാണെന്നൊരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്നതിൽ ഞാൻ ശ്രദ്ധ ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഇത് കഴുകി വൃത്തിയാക്കൂ, ഞാൻ കഴുകി വൃത്തിയാക്കി. അദ്ദേഹം പറഞ്ഞു ഇതൊരു പരിപരുത്ത പ്രതലത്തിലൊന്ന് ഉരച്ചു നോക്കൂ, അതും ഞാൻ ചെയ്തു. ഇത്രയും പ്രക്രിയ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ചന്ദനമെന്ന്. അല്ലെങ്കിൽ ഇത് നാറുന്ന ഒരു മരക്കഷ്ണം എന്ന് വിചാരിച്ച് തന്നെ ഞാൻ കഴിയുമായിരുന്നു. ഇവിടെ പ്രഥമം ഗുരുപദേശം. ഗുരുപദേശമാണ്. ഗുരുവിൽ നിന്ന് ഉപദേശം ശ്രവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രയോജനമായില്ല. പിന്നെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കണം, പോരാ. ശ്രദ്ധയോടുകൂടി ശ്രവിച്ചതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. ഗുരുനാഥൻ ഉപദേശിക്കുന്ന ചര്യയിൽ ജീവിക്കാൻ സ്വയം തയ്യാറാവണം. അതാണിത് കഴുകാൻ പറഞ്ഞപ്പോൾ കഴുകി, ഇത് ചാണയിൽ ഉരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഉരച്ചു. ഈ പ്രക്രിയകളൊക്കെ നടക്കണം. അത് വളരെ വിശദമായ പ്രക്രിയകളാണ് അവിടെ വരുന്നത്. ഏതായാലും ഒന്ന് പറയാം, ഇവിടെ പ്രഥമം ഗുരുവിൽ നിന്നുള്ള ശ്രവണമാണ്. അതാണ് തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത്. ഉപനിഷത്ത് പറയുന്നത് ആ തത്വത്തെ സാക്ഷാത്കരിക്കുന്നതിന് നീ ഗുരുവെ തന്നെ പ്രാപിക്കണം. ലഘുവെ പ്രാപിച്ചാൽ പോരാ, ഗുരുവെ തന്നെ പ്രാപിക്കണം. വേറെ വഴിയില്ല. അവിടെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുമേവാഭിഗച്ഛേത്, ഗുരുവെ തന്നെ പ്രാപിക്കണം. ഗുരുവിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ പ്രാപിക്കണമെന്നൊക്കെ. പക്ഷെ ഗുരുവെ പ്രാപിച്ചുകൊണ്ട് മാത്രം പ്രയോജനമില്ല. പരമമായ സത്യത്തെ ഇടാ ഇപ്പോൾ ഉപദേശിക്കും എന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ ഭഗവാൻ ഗീതയിൽ നമ്മളോട് പറഞ്ഞു തന്നു, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. പ്രണിപാതം കൊണ്ടും പരിപ്രശ്നം കൊണ്ടും സേവ കൊണ്ടും നീ അതിനെ മനസ്സിലാക്കിക്കോളൂ എന്ന്. എന്താ അതിനെ മനസ്സിലാക്കാനുള്ള മാർഗം പറഞ്ഞു തന്നത്? ഗുരുനാഥനെ പ്രാപിക്കുക, നമസ്കരിക്കുക, സേവ ചെയ്യുക, സംശയങ്ങളെ ചോദിക്കുക. അതേ ഉള്ളൂ. സംഗതി വളരെ എളുപ്പമായില്ലേ? വളരെ എളുപ്പമാണ് ഈ പറഞ്ഞു ചെയ്യാൻ. നമസ്കരിക്കാൻ വല്ല പണിയുണ്ടോ? ചോദിക്കാൻ വല്ല പണിയുണ്ടോ?
സേവ ചെയ്യാൻ എന്താ അപ്പം പ്രശ്നമുള്ളൂ? അപ്പം നീ ഗുരുനാഥനെ പ്രാപിച്ച് സേവ ചെയ്തോളൂ, നമസ്കരിച്ചോളൂ, സംശയം ചോദിച്ചോളൂ, കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു. പോരാ. അത് സ്ഥൂല സാധനകളാണ്. അവിടെയൊക്കെ കാപട്യം സാധിക്കും. ജിജ്ഞാസ ഇല്ലാതെയും ചോദ്യം ചെയ്യാം, പരിപൂർണ സമർപ്പണഭാവം ഇല്ലാതെയും നമസ്കരിക്കാം. ഇല്ലേ? ആരെ നമസ്കരിക്കുന്നു അവർ കുറച്ച് പ്രസിദ്ധന്മാരൊക്കെ ആണെങ്കിൽ അവനെയൊക്കെ ഞാൻ നമസ്കരിച്ചിട്ടുണ്ടെന്ന് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയെങ്കിലും നമസ്കരിക്കാം. അതെ, അങ്ങനെയൊക്കെ ഉണ്ട്. ആദരവില്ലാതെയും സേവ ചെയ്യാം. അവിടെയൊക്കെ കാപട്യം സാധിക്കും. അതുകൊണ്ട് അതല്ല ശരിയായ സാധന. പിന്നെന്ത്? അപ്പോഴാണ് ഭഗവാൻ തുടർന്ന് ഉപദേശിച്ചത്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ. ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനത്തെ നേടുന്നത്. പോരാ, ശ്രദ്ധ വേണം, പക്ഷെ ശ്രദ്ധ മാത്രം പോരാ. തത്പരഃ, അങ്ങനെ ഗുരുനാഥൻ ഉപദേശിക്കുന്നത് തന്നെ പരം എന്നുള്ള ചിന്ത ഉണ്ടാവണം. അഹൈതുക ദയാസിന്ധുവായ ഗുരുനാഥൻ എൻ്റെ പ്രയോജനത്തിനല്ലാതെ ഉപദേശിക്കില്ല, അതുകൊണ്ട് അത് ഞാൻ അനുഷ്ഠിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവണം. തത്പരഃ. അതുകൊണ്ടും പ്രയോജനമില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ യാതൊരു നിയന്ത്രണവും ഇല്ലാണ്ട് അങ്ങും ഇങ്ങും പരക്കം പായണതാണെങ്കിൽ ഗുരുകേമൻ തന്നെ, ഗുരു പറഞ്ഞു തന്നതും ഒക്കെ ശ്രേഷ്ഠം തന്നെ, പക്ഷേ എനിക്കതിൽ ചരിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇന്ദ്രിയങ്ങൾ സ്വാധീനങ്ങളാവണം. ഇങ്ങനെ ഈ വക ഘടകങ്ങളെ ശരിക്ക് നിരൂപണം ചെയ്തിട്ട് വേണം എങ്ങനെ ഇത് നാറിയ മരക്കഷ്ണം എന്നുള്ളത് മാറി ചന്ദനം എന്ന ബോധം നേടിയ പ്രക്രിയ മനസ്സിലാക്കാൻ. ഏതായാലും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈശാവാസ്യം ഇതം സർവം. ഈശാവാസ്യം വ്യക്തമാണല്ലോ. ഇനിയുണ്ട്, കഴിഞ്ഞില്ല. അത് നമുക്ക് നാളെ കൃത്യസമയത്തിന് ഒത്തുചേർന്ന് തുടരാം. ഇവിടെ ചിലർ ആരെങ്കിലൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഈശാവാസ്യ ഉപനിഷത്ത് എടുക്കും. ഇല്ല, ആരോ ഇവിടെ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്, ഈശാവാസ്യ ഉപനിഷത്തുണ്ടോ ഇവിടെ? അതല്ലേ സ്വാമി ഇവിടെ എടുക്കാൻ പോണതെന്ന്. അപ്പം ഇല്ല, ഈശാവാസ്യ ഉപനിഷത്ത് ഇവിടെ എടുക്കാൻ വിചാരിച്ചിട്ടില്ല. ഒറ്റ വാക്ക് മാത്രം, തുടർന്ന് അങ്ങോട്ടുള്ളതും ഇല്ല. അതിനൊക്കെ എത്ര കാലം വേണം? ഇത് കുറച്ച് സമയം കൊണ്ട് എന്ത് പറയാനാ അതൊക്കെ. അപ്പോൾ ഈശാവാസ്യമിതം സർവം, അത്ര മാത്രമേ ഉള്ളൂ വിഷയം ഈ പ്രാവശ്യത്തത്. ശരി, നമുക്ക് നാളെ തുടരാം.